നമസ്കാരം. ചിന്താമണി യോഗപീഠം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ചിന്താമണി യോഗവിദ്യയുടെ ഉപയോഗം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നാം വീഡിയോ ചെയ്യുന്നത്. മന്ത്രയോഗ ഉപാസനയുടെ മണ്ഡലത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഒറ്റ പൂജ നിങ്ങൾക്ക് വേണ്ടി നടത്തുകയോ അല്ലെങ്കിൽ ഒരു ഹോമം നടത്തുകയോ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് എല്ലാം സാധിക്കാം എന്നല്ല ഒരിക്കലും ഈ വീഡിയോയിൽ പറയുന്നത്. അത് അപ്രായോഗികമാണ്. പകരം നിരന്തരമായ ഒരു ഉപാസന പദ്ധതിയെ നിങ്ങൾ പിന്തുടർന്നാൽ ശരിയായ രീതിയിലുള്ള ഒരു സാധന മാർഗം കൃത്യമായി അവലംബിച്ചു പോന്നാൽ അത് നിങ്ങളെ മറ്റൊരാളാക്കി മാറ്റും. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു പൂജ നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു ഹോമം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും പ്രസക്തിയുള്ളതല്ല. പകരം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അഥവാ ലക്ഷ്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് നേടണമെന്നുണ്ടെങ്കിൽ, തുടർച്ചയായി അവ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചേരാതെ പറ്റില്ല. നിങ്ങൾ പുതിയൊരാളായി മാറണം. അതായത് നിങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾ നേടാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന്റെ ഘട്ടം എത്തുമ്പോഴാണ്. സർവ്വസാധാരണമായി ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുന്നവരെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഒരുവിധം നടന്നു പോകാം, തട്ടിയും മുട്ടിയും ഒക്കെ ഇങ്ങനെ പോകാം എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. ഭൂരിഭാഗം വരുന്ന ആൾക്കാരുടെ അവസ്ഥ ഏകദേശം ഇതിനോടടുത്ത് നിൽക്കും. ഒരുവിധമൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു, വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നു. ആ ഒരു നിലയിലാണ് കാര്യങ്ങളുടെ അവസ്ഥ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും സാധിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക, നമ്മൾ കണക്ക് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ അപൂർവമായ സ്വപ്നങ്ങൾ ഓരോന്നും നമുക്ക് ലഭിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക, നമ്മുടെ വലിയ വലിയ ലക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് തരണം ചെയ്ത് നേടി മുമ്പോട്ട് പോവുക. ആ കാര്യമെന്ന് പറയുന്നത് അത്ര കോമൺ അല്ല, അത്ര എളുപ്പമല്ല. എന്നാൽ അത് പ്രായോഗികമാണ്. ആഗ്രഹങ്ങളെല്ലാം നേടിക്കൊണ്ട് ഒരു ജൈത്രയാത്രയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകണം, ഒരു വഴിത്തിരിവ് ഉണ്ടാകണം. ജീവിതത്തിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങളായി നേടി മുമ്പോട്ട് പോകാനുള്ള അവസരം ഉണ്ടാകുക. അല്ലാതെ സാധാരണമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിലൂടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഓരോന്നും കൈവരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിന്റെ ഘട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരണം. നിങ്ങളുടെ ലൈഫിൽ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റിൻ്റെതായ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹങ്ങളെ ഒന്നൊന്നായി കീഴടക്കി മുമ്പോട്ട് പോവുക എന്നുള്ള അസുലഭമായ നേട്ടം, അപൂർവമായ നേട്ടം കൈവരിക്കാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഒരു വഴിത്തിരിവിന്റെ കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിൽ മുമ്പോട്ട് പോയത് കൊണ്ടാവുകയില്ല. പകരം അടിമുടി മാറണം. നിങ്ങളുടെ ദിനചര്യ, നിങ്ങളുടെ ജീവിതക്രമം, നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിച്ചു വരുന്ന
ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട മാനസികാവസ്ഥ എല്ലാ കാര്യങ്ങളിലും ഒരു വലിയ മാറ്റം, അടിമുടി മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ജീവിതാനുഭവങ്ങളിലും മാറ്റമുണ്ടാകാൻ തുടങ്ങും. നിങ്ങളുടെ ദിനചര്യയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. പുലർച്ചെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നു. കുറച്ചു നേരം ശാരീരിക വ്യായാമങ്ങൾ, യോഗ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം കുളി കഴിഞ്ഞ് നിങ്ങളുടെ സാധനാ മാർഗത്തിലെ ഓരോ ഘട്ടങ്ങളായി സ്വയം പരിശീലിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതൊരു ശീലമായി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഗണപതി ഉപാസനയിലൂടെ തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അപൂർവവും അസാധാരണവുമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഗണപതി ആരാധനയോളം പോന്ന മറ്റൊരു കാര്യവുമില്ല. ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഓരോന്നും നേടിയെടുക്കുന്നതിനും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ ഓരോന്നും കൈപ്പിടിയിൽ കൊണ്ടുവരുന്നതിനും വലിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിനും ഈ ഗണേശ ഉപാസനയുടെ അത്രയും ഫലപ്രദമായിട്ട് മറ്റൊന്നുമില്ല. കൃത്യനിഷ്ഠയോടുകൂടി വിധിപ്രകാരം മന്ത്രോപദേശം സ്വീകരിച്ച് പറയുന്നതിനനുസരിച്ച് ഉപാസനകൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ ക്രമാനുഗതമായി, ക്രമമായി, അനുക്രമമായി ഓരോ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഉപാസന ഫലപ്രദമായി മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഒരു താന്ത്രികമായ അനുഷ്ഠാനം, ഒരു മന്ത്രയോഗ ഉപാസന കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ ചില ജീവിതക്രമങ്ങളും അതിൻ്റെതായ ചില നിയമരീതികളും നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏത് ലക്ഷ്യവും നേടിയെടുക്കുന്നതിന് ഈ ഗണേശ ആരാധന നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായി തീരും. യാതൊരു സംശയവുമില്ല. ഈ ഉപാസനയുടെ ക്രമമായ ഓരോ സ്റ്റെപ്പുകൾ എപ്രകാരമായിരിക്കും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. നന്ദി, നമസ്കാരം.